ഫ്രണ്ട്സ്, വിക്രം വേദയുടെ പുതിയൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രം വർക്ക്ഷോപ്പിൽ ഓരോരോ പണികളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഫ്രണ്ട്സിനോട് വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഫ്രണ്ട്സ് ഇങ്ങനെ വേദയെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്താടാ നിൻ്റെ ഭാര്യ ഇപ്പോൾ എന്തു പറയുന്നു, നീ അവളെ സ്നേഹിച്ചു തുടങ്ങിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണേ. അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, ഒന്ന് പോയേടാ, ഒന്ന് നിനക്ക് വേറൊന്നും സംസാരിക്കാനില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അവർ പറയുന്നുണ്ട്, കണ്ടില്ലേടാ അവന് വേദയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു നാണമൊക്കെ വരുന്നുണ്ടെന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും വിക്രം ഇങ്ങനെ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ രാജേട്ടൻ പറയുന്നുണ്ട്, അവർ ചുമ്മാ തമാശ പറഞ്ഞല്ലേടാ, നീ എങ്ങനെ ദേഷ്യപ്പെടില്ലേ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും നമ്മുടെ രാധ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, അടുത്തതും എത്തി, ഇനിയിപ്പോൾ ഇവൾ എന്തിനാണോ ഇങ്ങോട്ടേക്ക് എഴുന്നള്ളുന്നത് എന്നിങ്ങനെ വിക്രം ദേഷ്യത്തോട് കൂടി പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ട്, എടാ അവള് നിന്നെ കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്, അവള് നിന്നെ ഇന്ന് കാണാനും സംസാരിക്കാനും അല്ലാതെ ഇവിടേക്ക് വരാറേ ഇല്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് വിക്രം അവിടെ നിന്ന് പതുക്കെ എസ്കേപ്പ് ആവാൻ നോക്കുന്നുണ്ടെങ്കിലും രാധ വിക്രമിന്റെ മുമ്പിലേക്ക് തന്നെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നെ വെയിറ്റ് ചെയ്യുമായിരുന്നോ, എന്തെടുക്കുക ഇവിടെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ടേ. അപ്പോഴേക്കും ഫ്രണ്ട്സ് പറയുന്നുണ്ട്, കാണുന്നില്ലേ അവൻ ഇവിടെ ഓരോരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ഇത് ചോദിക്കാനാണോ നീ ഇങ്ങോട്ടേക്ക് വന്നതെന്നിങ്ങനെ വിക്രം ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും രാധ പറയുന്നുണ്ട്, ഈ വിക്രം ദേഷ്യപ്പെടുമ്പോൾ എന്തൊരു ഭംഗിയാ കാണാൻ എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് രാധ ഇങ്ങനെ കൊഞ്ചുകയാണ് കേട്ടോ. അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് കാര്യം പറയട്ടോ. അതെ, കുറേ ദിവസമായില്ലേ നിന്നെ ഒന്ന് കണ്ടിട്ട്, എനിക്കൊന്ന് കാണാനായിട്ട് വലിയ ആഗ്രഹം തോന്നി. നിന്നെ കാണാനായിട്ട് ഞാൻ ഇങ്ങോട്ടേക്കല്ലേ വരേണ്ടത്, ഇപ്പോൾ വീട്ടിലേക്ക് വരുമ്പോഴേക്കും ആ നശിച്ച ജന്മത്തിൻ്റെ മുഖം കാണേണ്ടി വരുമല്ലോ. നിന്റെ ഭാര്യ എന്ന് പറഞ്ഞ് അവിടെ കയറി കൂടിയിരിക്കുന്ന അവളില്ലേ, അവളുടെ കാര്യ പറഞ്ഞതെന്നിങ്ങനെ പറയുമ്പോഴേക്കും വിക്രമിന് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നീ എന്താ പറഞ്ഞത്, അവളുടെ പേരെ വേദയെന്നാ, അല്ലാതെ ഇങ്ങനെയുള്ള വാക്കുകളൊന്നും അവളെക്കുറിച്ച് ഉപയോഗിക്കേണ്ട കാര്യമില്ല എന്നിങ്ങ് പറയുമ്പോഴേക്കും രാധയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ആഹാ, നിനക്കെന്താടാ അവളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ദേഷ്യം വരുന്നുണ്ടോ, അവളെന്ന് വെച്ചാൽ നിന്റെ ആരാ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും വിക്രം ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണേ. അപ്പോഴേക്കും രാധയുടെ മുഖത്ത് നോക്കിയിട്ട് വിക്രം പറയുന്നുണ്ട്, കുറച്ചുകൂടി നിനക്ക് മാന്യമായിട്ട് സംസാരിക്കാൻ രാധ എന്നിങ്ങനെ പറയുമ്പോഴേക്കും രാധ ഇങ്ങനെ തലകുനിച്ച് നിൽക്കുകയാണ് കേട്ടോ. അവളുടെ പേര് വേദയെന്നില്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ സംസാരിക്കുന്നത്, എന്തായാലും അവള് നിന്നെ കയ്യിലും ഭേദവാ എന്നിങ്ങനെ പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ പോവാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോഴേക്കിങ്ങനെ രാധ ഇങ്ങനെ വീണ്ടും വിക്രമിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അയ്യോടാ പെണങ്ങല്ലേ, നീ എന്തിനാ വിക്രം എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, എനിക്ക് നിന്നെയും നിനക്ക് എന്നെയും മാത്രമേ സ്നേഹിക്കാൻ പറ്റുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ അവളിപ്പോൾ വന്ന് കയറിയിരിക്കുന്നെന്ന് കരുതി ഇവിടെ ഉള്ളവർക്കും നിൻ്റെ വീട്ടിലുള്ളവർക്കും നിനക്കും എനിക്കും എല്ലാം അറിയാം. അവളെ നീ ഒരിക്കലും ഭാര്യയായിട്ട് അംഗീകരിക്കില്ലെന്നും നീ അവളെ സ്നേഹിക്കുകയില്ലെന്നും, പിന്നെ എന്തിനാ അവളെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ചൂടാവുന്ന എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് വിക്രം പറയുന്നുണ്ട്, അതെ അവൾ എന്നെ മാത്രം, ആ താലിയെ മാത്രം വിശ്വസിച്ച് കയറി വന്നവളാണ്. ഇപ്പോൾ ഇന്ന് എൻ്റെ അമ്മയുടെ പുഞ്ചിരിയുടെ കാരണവും അവൾ മാത്രമാണ്. എന്തായാലും അവൾ വന്നതിൽ പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അവളെക്കുറിച്ച് ഞാൻ എന്ത് വേണമെങ്കിലും പറയും. അവളെ തല്ലുകയോ ചിലപ്പോൾ സ്നേഹിച്ചെന്നോ ഒക്കെ ഇരിക്കും. എന്നാൽ അവളെക്കുറിച്ച് മറ്റാരും ഒന്നും പറയുന്നത് എനിക്കിഷ്ടമല്ല, ഞാൻ അതിന് സമ്മതിക്കുകയില്ല എന്നിങ്ങനെ വിക്രം ഇങ്ങനെ രാധയോട് ദേഷ്യപ്പെട്ട് പറയുകയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് രാധ ഇങ്ങനെ ആകെപ്പാടെ ചമ്മി അമ്പരന്ന് നിൽക്കുകയാണ്, സഹിക്കാൻ വയ്യാതെ. അപ്പോഴേക്കും വർക്ക്ഷോപ്പിലുള്ളവരൊക്കെ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിക്രം അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ബൈക്ക് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോഴേക്കും വർക്ക്ഷോപ്പിലുള്ള ഒരു വിക്രമിൻ്റെ ഫ്രണ്ട് പറയുന്നുണ്ട്, രാധ അയ്യോ അവൻ അങ്ങനെ പറയുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോഴേക്കും രാധയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞ് ചുവക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അവർ വീണ്ടും പറയാണ്, എന്തായാലും അവനിപ്പോൾ അവളോടൊരു ഇഷ്ടമൊക്കെ ഉണ്ടെന്നാ തോന്നുന്നത്. ഇനി എന്തായാലും നിന്റെ സ്ഥാനം പടിക്ക് പുറത്താ, പിന്നെ എന്തിനാ നീ ഇപ്പോൾ അവനെ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ പിറകെ നടക്കുന്നത്. ഇനിയിപ്പോൾ ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അവളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവന് പൊള്ളിയത് കണ്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് രാധയ്ക്ക് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല. അപ്പോഴേക്ക് രാധ പറയുന്നുണ്ട്, അതെ
നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാണ് അവൻ എന്നോട് ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ടു പോയത്, അല്ലാതെ എന്നോട് ഇഷ്ടമില്ലഞ്ഞിട്ടൊന്നുമല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് രാധ അവിടെ നിന്ന് ഓട്ടോയിൽ കയറി പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വർക്ക്ഷോപ്പിലുള്ള എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ്. എന്തായാലും അവൾ ഇനി പുറകെ നടന്നിട്ട് ഒരു കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. അവന് വേദയോട് ഇപ്പോൾ എന്തെന്നില്ലാത്ത ഒരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും അവൻ താലി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. പിന്നീടായിട്ട് കാണിക്കുന്നത് വിക്രമിൻ്റെ വീടാണ്. അങ്ങനെ വിക്രം ബൈക്കിൽ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ മാഷും കമലാമ്മയും കൂടി ഇങ്ങനെ പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. ഇത് വിക്രമിനെ കണ്ടിട്ട് കമലാമ്മ ചോദിക്കുന്നുണ്ട്, എന്താ മോനെ, എന്താടാ നീ ഇപ്പോൾ വന്നത്, നീ ഈ സമയത്ത് വരാറ് പതിവില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, അല്ലമ്മേ എനിക്ക് ചെറിയൊരു തലവേദന, കുറച്ചു നേരം ഒന്ന് കിടക്കണം എന്നിങ്ങനെ പറഞ്ഞിട്ട് വിക്രം അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴേക്കും മാഷ് പറയുന്നുണ്ട്, ഈ സമയത്ത് എന്ത് വേദന വരാൻ, വല്ലവരോടും അടിയുണ്ടാക്കിയിട്ട് വല്ല അടിയും മേടിച്ചുകൊണ്ട് വന്നതായിരിക്കും, അല്ലാതെ അവന് വേറെ വേദനയൊന്നും വരാൻ വഴിയില്ലല്ലോ, താൻ വാ എന്നിങ്ങനെ കമലാമ്മയോട് പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ അപ്പോഴേക്കും വിക്രം ഇങ്ങനെ അകത്തേക്ക് കയറി പോവാണേ. അപ്പോഴേക്കും കമലാമ്മ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയില്ലേ മാഷേ, അവനെ കണ്ടിട്ട് അങ്ങനെ വഴക്കു കൂടി വന്നതായിട്ടൊന്നും തോന്നുന്നില്ല, അവൻ എന്തോ ഒരു വല്ലായ്മയുണ്ടെന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. എന്തായാലും താനിപ്പോൾ വരുന്നെങ്കിൽ വാ എന്ന് പറഞ്ഞിട്ട് മാഷ് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അങ്ങനെ കമലാമ്മയും മാഷിൻ്റെ പുറകെ പോകുന്നുണ്ട്. അങ്ങനെ വിക്രം നേരെ ചെന്ന് റൂമിലേക്ക് ചെന്നിട്ട് കട്ടിലേക്ക് കയറി കിടന്നിട്ട് കണ്ണടച്ച് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ വേദ പുറത്ത് നിന്ന് തുണി അലക്കിക്കൊണ്ടിരുന്ന സമയത്ത് വിക്രം വന്നതും മാഷും കമലാമ്മയും പുറത്തു പോയതൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. എന്നാൽ വിക്രം വേദയെ കാണുന്നില്ല. അങ്ങനെ വയ്യെന്ന് പറഞ്ഞല്ലേ അകത്തേക്ക് പോയത്. അപ്പോൾ വിക്രം എന്തെടുക്കുകയാണെന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് വേദ ഇങ്ങനെ റൂമിലേക്ക് കയറി നോക്കുന്നുണ്ട് കേട്ടോ. ജനലിൽ കൂടെ നോക്കുന്ന സമയത്ത് വിക്രം ഇങ്ങനെ കണ്ണടച്ച് കിടക്കുകയാണല്ലോ. അപ്പോഴേക്കും വേദ ഒരു തമാശ ഏൽപ്പിക്കുന്നുണ്ട്. വേദ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ വിക്രമിന്റെ ദേഹത്തേക്ക് തളിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് വിക്രമിന് ആകെ ദേഷ്യം വരികയാണ്. വിക്രം പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട്, നിനക്ക് എന്താടി ഭ്രാന്തുണ്ടോ, അല്ലെങ്കിൽ തന്നെ മനുഷ്യന് സ്വസ്ഥത ഇല്ലാതിരിക്കുക, ഇവിടെയും കാണും എവിടെയും ഓരോന്ന് കാണും, മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാനായിട്ട് ഒന്ന് പോയി തരുമോ എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വേദ പറയുന്നുണ്ട്, അതിന് ഞാനെന്ത് ചെയ്തെന്നാ, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, പിന്നെ ഈ പട്ടാപ്പകല് ഇങ്ങനെ കയറി കിടക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ, അങ്ങനെ ആരും വെറുതെ കിടക്കുന്ന കാണാറില്ലല്ലോ, അതുകൊണ്ടാണ് വന്നത്. പിന്നെ നിങ്ങൾക്ക് എന്താ ഇത്രയും പറമ്പും വീട് സ്ഥലവും ഒക്കെ ഇല്ലേ, ഇവിടെ എന്തെങ്കിലും ഇറങ്ങി എന്തെങ്കിലും പണി ചെയ്തുകൂടെ, ഇങ്ങനെ പകൽ സമയത്ത് കയറി കിടന്നുറങ്ങാൻ നാണോ ഇല്ലേ മനുഷ്യ നിങ്ങൾക്ക് ഇങ്ങനെ എന്ന് പറയുകയാണ് കേട്ടോ വേദ. ഇത് കേട്ടിട്ട് വിക്രമിന് ആകെ ദേഷ്യം വരുന്നുണ്ട്. അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, എടി ഇത് എൻ്റെ വീട്, എൻ്റെ സ്ഥലം, ഇവിടെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം, നീ നിന്റെ കാര്യം നോക്കി പോ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും വേദ ഇങ്ങനെ ആകപ്പാടെ സങ്കടത്തോടു കൂടി ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോഴത്തേക്കിനും വിക്രം ഇങ്ങനെ ഞാനേ ഒന്ന് സമാധാനമായിട്ട് കിടന്നോട്ടെ, എനിക്ക് വയ്യ എന്നിങ്ങനെ പറയുകയാണേ. ഈ സമയം ശ്രീജയും നന്ദിനിയൊക്കെ നല്ല ഉറക്കത്തിലായിരിക്കും കേട്ടോ. അപ്പോൾ ഇവർ ഇതൊന്നും അറിയുന്നില്ല. അപ്പോഴേക്കും വേദ ഇങ്ങനെ നോക്കുന്ന കണ്ടിട്ട് വിക്രം ഇങ്ങനെ ഒന്ന് പോടി എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും വേദ പറയുന്നുണ്ട്, എനിക്കറിയാം നിങ്ങൾ ഇതേ പറയുമെന്ന്, പിന്നെ ഞാൻ തുണി നനച്ചുകൊണ്ടിരിക്കുക, എന്തെങ്കിലും നനയ്ക്കാനുണ്ടെങ്കിൽ തന്നുവിട്ട് ഞാൻ അലക്കിത്തരാന്നിങ്ങനെ പറയാണ് കേട്ടോ. എനിക്ക് നിന്റെ ഒരു സഹായം ആവശ്യമില്ല, എൻ്റെ തുണി അലക്കാനേ എനിക്കറിയാമെന്നിങ്ങനെ വിക്രം പറയുന്നുണ്ട്. അങ്ങനെ വേദ വീണ്ടും തുണി നനയ്ക്കാനായിട്ട് മുറ്റത്തേക്ക് പോവുകയാണ്. വിക്രം വീണ്ടും കട്ടിൽ കയറി കിടന്ന് ഉറങ്ങാനായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം വേദ തുണി അലക്കിക്കൊണ്ടിരിക്കുന്നിടത്തേക്ക് രാധ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് രാധയെ കാണുന്ന വേദ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നന്ദിനിയേട്ടത്തിയെ കാണാനാണെങ്കിൽ നന്ദിനിയേട്ടത്തി നല്ല ഉറക്കത്തില്ല, ഇപ്പോൾ എന്തായാലും കാണാൻ പറ്റില്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് വിക്രം എന്നിങ്ങനെ പറയുമ്പോഴേക്കും രാധ നല്ല ദേഷ്യത്തിലാണ് വരുന്നത്. അപ്പോഴേക്ക് രാധ പറയുന്നുണ്ട്, അതെ അവരെ രണ്ടുപേരും കാണാനല്ല ഞാൻ വന്നത്, ഇപ്പോൾ നിന്നെ കാണാനായിട്ടാണ് വന്നതെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആഹാ എന്നെ കണ്ടോ, ഇഷ്ടമായോ എന്നിങ്ങനെ വേദ ഇങ്ങനെ തമാശ രീതിയിൽ ചോദിക്കുമ്പോഴേക്കും, നിന്നെ കാണാനും നിന്നോട് രണ്ട് വാക്ക് പറയാനുമായിട്ടടി ഞാൻ ഇങ്ങോട്ട് വന്നേന്നിങ്ങനെ പറയാണ് കേട്ടോ രാധ. അപ്പോഴേക്കും ആഹാ നിനക്ക് രണ്ടു വാക്കേ എന്നോട് പറയാനുള്ളൂ, അല്ലെങ്കിൽ എന്നെ കാണുമ്പോഴത്തേക്കിനും ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ടല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും രാധ പറയുന്നുണ്ട്, അതെ ഞാൻ നിന്റെ തമാശ കേൾക്കാനായിട്ടൊന്നുമല്ല ഇങ്ങോട്ടേക്ക് വന്നത്, നിന്നോട് പറയാനുള്ളത് പറഞ്ഞിട്ട് ഞാൻ പോകുമെന്നിങ്ങനെ പറയാണ് കേട്ടോ. എന്നിട്ട് അപ്പോൾ വേദ പറയുന്നുണ്ട്, പറ കേൾക്കട്ടെ എന്നിങ്ങനെ പറയുമ്പോഴേക്കും, അതെ വിക്രമോ നീയുമായിട്ട് ഒരു ബന്ധമില്ലെന്ന് എനിക്കറിയാം, പിന്നെ ആ താലിയുടെ പേരും പറഞ്ഞിട്ട് നീ ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുകയാണെന്നുള്ളതും അറിയാം, പിന്നെ എന്നെയും വിക്രമിനെയും കുറിച്ച് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും വേദ പറയുന്നുണ്ട്, അതെ നിന്നെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല, അറിയാൻ വേണ്ട,
ഇനി പിന്നെ വിക്രമിനെ കുറിച്ച് എനിക്കറിയാം, പിന്നെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും പറയുന്നുണ്ട്, വിക്രമിന് എന്നെ മാത്രമേ ഇഷ്ടമുള്ളൂ, പിന്നെ നിന്നെ താലി കെട്ടിയെന്നും പറഞ്ഞ് നിന്നെ സ്നേഹിക്കുമെന്നോ ഭാര്യയായിട്ട് അംഗീകരിക്കുമെന്നൊന്നും നീ കരുതണ്ട എന്നിങ്ങനെ രാധ പറയാണ് കേട്ടോ. അപ്പോഴേക്കും വേദയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അതെ, ഞങ്ങൾ തമ്മിലുള്ള കാര്യം ഞങ്ങൾ തീർത്തോളാം. വിക്രം എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ എൻ്റെ ഭർത്താവാണ്. വിക്രമിനെ കുറിച്ചുള്ള കാര്യങ്ങളും വിക്രമിൻ്റെ കാര്യങ്ങളും നീ അന്വേഷിക്കാൻ വരണ്ട. അതൊക്കെ ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കോ സ്നേഹിക്കാതിരിക്കോ ഒക്കെ ചെയ്തോളാം എന്നിങ്ങനെ വേദയും ദേഷ്യത്തോടു കൂടി തന്നെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് രാധ പറയുന്നുണ്ട്, നീ എന്തിനാടി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്? നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ എന്ത് സന്തോഷമായിട്ട് വിക്രമും ഞാനും ഒരുപാട് സ്നേഹിച്ചതാ, ഒരുപാട് ആഗ്രഹങ്ങൾ സ്വപ്നം കണ്ടതുവാ. പിന്നെ നീ ഇപ്പോൾ ഈ താലിയുടെ പേര് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ സ്നേഹമില്ലാതെ പോയത്. അവൻ എന്നെ കല്യാണം കഴിക്കാമെന്നും എന്നോട് ഇഷ്ടമാണെന്നും വാക്കു പറഞ്ഞതാണ്. അപ്പോൾ നീ ഇവിടെ നിന്ന് ആ താലിയൊന്ന് പൊട്ടിച്ചെറിഞ്ഞിട്ട് പോയിക്കൂടെ? ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അവൻ്റെ മനസ്സ് നിറയെ ഞാനുള്ളത് കൊണ്ടാണ് നിന്നെ അവനെ സ്നേഹിക്കാൻ കഴിയാത്തതും ഇഷ്ടമില്ലാത്തതും. അപ്പോഴേക്കും വേദയുടെ മനസ്സൊന്ന് പിടയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദ ഇങ്ങനെ പറയുന്നുണ്ട്, മുമ്പുള്ള കാര്യമൊന്നും എനിക്കറിയണ്ട. വിക്രമിൻ്റെ കഴുത്തിൽ താലി കെട്ടിയതിന് ശേഷം നിന്നോട് പറഞ്ഞോ വിക്രം നിന്നെ കല്യാണം കഴിച്ചോളാമെന്നും അവന് നിന്നെ ഇഷ്ടമാണെന്നും എന്നിങ്ങനെ പറയുമ്പോഴേക്കും രാധയൊന്ന് പതറി നിൽക്കുകയാണ്. എന്നിട്ട് രാധ ഒട്ടും വിട്ടുകൊടുക്കാതെ പറയുന്നുണ്ട്, ആടി പറഞ്ഞു, നീ ഒന്ന് എത്രയും പെട്ടെന്ന് ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാലേ എന്നെ കല്യാണം കഴിക്കാമെന്നും നമുക്കൊന്നിച്ച് ജീവിക്കാമെന്നും വിക്രം എന്നോട് പറഞ്ഞതാന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വേദയുടെ കണ്ണൊക്കെ ആകെ നിറയുന്നുണ്ട്. അപ്പോഴേക്കും രാധ ഇങ്ങനെ പറയുന്നുണ്ട്, നിനക്ക് ഇവിടെ നിന്നൊന്ന് പോയി തരാവോ? ഞങ്ങളുടെ ജീവിതം എന്തിനാ ഇങ്ങനെ നശിപ്പിക്കുന്നത്? ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം എന്ന് പറഞ്ഞിട്ട് രാധ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി ഓട്ടോയിൽ കയറി പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഓട്ടോയിൽ ഇരുന്നുകൊണ്ട് വീണ്ടും പറയുന്നുണ്ട്, നീയേ അങ്ങനെ ഇപ്പോൾ സുഖിക്കാമെന്ന് വിചാരിക്കണ്ട. നിന്നെ എങ്ങനെയെങ്കിലും വിക്രമിനെ എൻ്റെ മാത്രമാണ് വിക്രം, ഞാൻ വിക്രമിനെ സ്വന്തമാക്കുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ രാധ ഓട്ടോ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന്. അതിനുശേഷം വേദ ഇങ്ങനെ ഓടിച്ചെന്ന് ഭഗവാന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഭഗവാനെ, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? ഞാൻ ഈ താലിയുടെ ബലത്തിൽ ഇങ്ങോട്ടേക്ക് വന്നു. തന്നെയല്ല, നിന്റെ മുമ്പിൽ വെച്ച് കെട്ടിയ ഈ താലിയാണ്, ഇത് നീ തന്ന അനുഗ്രഹമാണ് എന്ന് വിശ്വസിച്ച് നിന്നെ മാത്രം വിശ്വസിച്ചാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇനിയിപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വിക്രമിൻ്റെ എൻ്റെ താലി കെട്ടിയ പുരുഷൻ്റെ ജീവൻ രക്ഷിക്കുന്നതിനും ഈ താലിയോടുള്ള ഉമാമഹേശ്വരിയുടെ അനുഗ്രഹമാണെന്ന് വിശ്വസിച്ച് ഇവിടേക്ക് വന്ന ഞാൻ ഇനിയിപ്പോൾ എന്നെ സ്നേഹിക്കാനും ആരും ഇല്ലേ? ഇനിയിപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ കരഞ്ഞു പറഞ്ഞ് ഇങ്ങനെ ദേവിയോടായിട്ട് ചോദിക്കാൻ കേട്ടോ. എന്നിട്ട് വേദ ഇങ്ങനെ പറയുന്നുണ്ട്, വിക്രമിന് ഒരിക്കലും എന്നെ സ്നേഹിക്കാൻ കഴിയില്ലേ? ഇവിടെ വന്നപ്പോൾ വിക്രമിൻ്റെ സ്വഭാവവും ഈ കുടുംബവും ഒക്കെ കണ്ട് ഞാൻ എൻ്റെ ഭർത്താവായിട്ട് അംഗീകരിച്ച് വിക്രമിനെ ഒരുപാട് സ്നേഹിക്കാൻ തുടങ്ങിയാണല്ലോ. ഇനി എന്നെ നീ പരീക്ഷിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വേദ ഇങ്ങനെ പൊട്ടിക്കരയാണ് കേട്ടോ. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് വിക്രം ഇങ്ങനെ പുറത്ത് നിൽപ്പുണ്ടായിരിക്കും. അപ്പോൾ വേദയോട് ഇങ്ങനെ ഒരുപാട് സ്നേഹവും കരുണയൊക്കെ തോന്നുന്നുണ്ടെങ്കിലും രാധയോട് അതിലധികം ദേഷ്യമാണ് കേട്ടോ വിക്രമിന് ഈ സമയത്ത് വരുന്നത്. വിക്രം അങ്ങനെ നേരെ ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ വേദ ഇതൊന്നും കാണുന്നേയില്ല കേട്ടോ. ബൈക്ക് എടുത്തുകൊണ്ട് നേരെ ചെന്ന് വിക്രം രാധയുടെ ഓട്ടോയുടെ മുമ്പിൽ തന്നെ നിർത്തിയിട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും രാധ ഇങ്ങനെ, ആഹാ, നീ എന്നെ അന്വേഷിച്ച് വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. നീ പറഞ്ഞതിന് വിഷമമായില്ലേ, എന്നോട് ദേഷ്യപ്പെട്ടതിന് വിഷമമായില്ലേ എന്നിങ്ങനെ രാധ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വിക്രം നല്ല ദേഷ്യത്തിലാണ് ചെല്ലുന്നത്. നീ എന്താടി കരുതിയത്? നീ വീട്ടിൽ വന്ന് ആവശ്യമില്ലാത്തതൊക്കെ പറയാൻ നീ ആരാടി എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് രാധ പറയുന്നുണ്ട്, ഞാൻ ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ നമ്മുടെ കാര്യമാണ് അവളോട് പറഞ്ഞെന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും വിക്രം ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്നോട് പറഞ്ഞോ? ഞാൻ നിന്നോട് വിവാഹം കഴിച്ചോളാന്നോ? നിന്നോട് മറ്റെന്തെങ്കിലും രീതിയിൽ നിന്നോട് ഇഷ്ടമാണെന്നോ ഞാൻ ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും രാധ ഇങ്ങനെ തലകുനിച്ച് നിൽക്കുകയാണ് കേട്ടോ. എന്താടി നീ മിണ്ടാത്തത്? നിന്നോട് പറഞ്ഞോ എന്നാ ചോദിച്ചതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും രാധ ഇങ്ങനെ അത് എന്ന് പറയുമ്പോഴേക്കും വിക്രം രാധയുടെ കാരണം നോക്കി അടിച്ചു പൊട്ടിക്കാണ് കേട്ടോ. നീ ഇപ്പോൾ കുറച്ച് കൂടുന്നുണ്ട് നിനക്ക്, നിന്റെ കുട്ടിക്കളിയല്ലേ തമാശ എന്ന് കരുതി മിണ്ടാതിരിക്കും തോറും നീ തലയിൽ കയറി നിറങ്ങുന്നു. ഇനി എൻ്റെ വീടിൻ്റെ പടി ചവിട്ടി പോരുത്. അവൾ ഒരുപക്ഷെ എൻ്റെ താലിയുടെ മഹത്വം ഓർത്ത് മാത്രം കയറി വന്നവളാണ്. അവളെ വേദനിപ്പിക്കാനോ അവളെ ഒരു വാക്ക് പറയാനോ ഇനി എൻ്റെ വീടിൻ്റെ പടി ചവിട്ടി പോരുതെന്ന് പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് ദേഷ്യപ്പെട്ടു പോരുകയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് ഓട്ടോയിൽ കയറിയിരുന്ന രാധ ഇങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട്.
അതിനുശേഷം കുറച്ച് നേരം കഴിഞ്ഞിട്ട് വിക്രം തിരികെ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വേദ ഇങ്ങനെ അവിടെ ഇരിപ്പുണ്ടേ. അങ്ങനെ വിക്രം ചെന്ന് നോക്കുന്ന സമയത്ത് വേദയുടെ കണ്ണൊക്കെ കരഞ്ഞ് കലങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് കണ്ടിട്ട് വിക്രമിൻ്റെ നെഞ്ചൊന്ന് പിടയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേദ എന്നിങ്ങനെ വിളിക്കുകയാണ്. അപ്പോഴേക്കും വേദ ഇങ്ങനെ വിക്രമിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, അതെ അവൾ പറഞ്ഞതൊന്നും കാര്യമാക്കണ്ട, അവൾ അങ്ങനത്തെ ഒരു പൊട്ടിയാ. അവളും ഞാനും തമ്മിൽ അവൾ പറയുന്നത് പോലെ യാതൊരു ഇഷ്ടവും ഇല്ല. അവൾ എനിക്ക് എപ്പോഴും ഒരു കുഞ്ഞിപ്പെങ്ങളുടെ സ്ഥാനത്ത് മാത്രമാണ്. ഒരിക്കലും എനിക്ക് അവളെ മറ്റൊരു രീതിയിൽ അംഗീകരിക്കാനേ കഴിയില്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും വേദ ഇങ്ങനെ വിക്രമിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ വിക്രം ഇങ്ങനെ ഒരുപാട് സ്നേഹത്തോടു കൂടി വേദയെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വേദ പറയുന്നുണ്ട്, അല്ല വിക്രം, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, രാധയോടുള്ള ഇഷ്ടം തന്നെയാണോ വിക്രമിന് എന്നോടും? എന്നെ ഒരിക്കലും ഭാര്യയായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല വിക്രം എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, രാധയെ പോലെയല്ല നീ എനിക്കൊരിക്കലും. നിന്നെ എങ്ങനെയാണ് സ്നേഹിക്കുന്നതെന്നോ എനിക്കറിയില്ല. എന്നാൽ എൻ്റെ ഈ അവസ്ഥ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകുകയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ വേദയെ ഇങ്ങനെ ഒരുപാട് സ്നേഹത്തോടെ പുഞ്ചിരിയോടുകൂടി നോക്കുകയാണ് കേട്ടോ. ഇത് വിക്രമിൻ്റെ ഈ പുഞ്ചിരിയിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ് നമ്മുടെ വേദ.